ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിന്ന് കത്തിയിലെ ചക്കരക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. നമുക്കിതിന് ഒരു തുള്ളി എണ്ണ വേണം. ജസ്റ്റ് ഒരു തുള്ളി തികച്ച് വേണമെന്നില്ല, ഒരു ശക്കലം എടുത്താൽ മതി. അതൊന്ന് കയ്യിലാക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എവിടെയൊക്കെയാണ് ചക്കരക്കുള്ളത് അത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഗ്യാസിലോ അടുപ്പിലോ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ ഗ്യാസിലാണ് ചൂടാക്കുന്നത്. നന്നായിട്ടൊന്ന് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കൈ പൊള്ളാണ്ട് നോക്കണം. നന്നായിട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് ചക്കരക്ക് മാറ്റാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഒന്ന് ചൂടായതിന് ശേഷം എല്ലാ സൈഡും ഒന്ന് ചൂടാവുമ്പോൾ നമുക്കൊരു ന്യൂസ് പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ച് തുടച്ചെടുക്കാം. ന്യൂസ് പേപ്പർ നല്ല കട്ടിക്ക് മടക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. കട്ടിക്ക് മടക്കുന്നത് ചൂടായതുകൊണ്ടാണ്, കത്തി ചൂടായിട്ടായിരിക്കും ഇരിക്കുക, അപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ ആ ചക്കരക്ക് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ചക്കരക്കൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ കാണാം. കത്തി വൃത്തിയായിട്ടുണ്ട്. കത്തിയിലുള്ള അഴുക്കും എല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ചൂടും ഇതൊക്കെ ഒന്ന് മാറി അഴുക്കൊക്കെ ഒന്ന് പോവും. അഴുക്കൊക്കെ ഒന്ന് പോകാൻ ഒന്ന് കഴുകിയെടുക്കുക. ഇതിൻ്റെ മൂർച്ചയൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് മൂർച്ചയൊന്നും പോവില്ല. നമുക്ക് കത്തിക്ക് എത്ര മൂർച്ചയുണ്ടോ ആ മൂർച്ച ഇപ്പോഴും കാണും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചക്കരക്ക് ഇതുപോലെ മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മൂർച്ച ഒന്നും പോയിട്ടുണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് മുറിഞ്ഞു വരുന്നുണ്ട്. താങ്ക് യു.